വല്ലാത്ത വേദന. കഴിഞ്ഞ ദിവസം എവിടെ കല്ലിൻ്റെ അവിടെ അങ്ങോട്ട് വീണിട്ട് ഇതുവരെ കാലിൻ്റെ വേദന മാറിയിട്ടില്ല. ആ ബേദലിന് എനിക്കും എന്തോ വേദനയാണ് പറയും. ഒന്ന് കുത്തുമ്പോൾ തുടങ്ങിയ വേദന. ഇനി തുണിയൊക്കെ ഒന്ന് അലക്കിയിടണം. ഈ പാൻ്റ് അലക്കിയിടണം. ഇയാളുടെയൊക്കെ ഈ മനുഷ്യൻ്റെ പാൻ്റൊന്ന് അലക്കിയിടാൻ പറഞ്ഞാൽ സ്വയം കാര്യം ഒന്നും ചെയ്യില്ല. ഒറ്റയെല്ലാം ചെയ്യണം. എന്നെ കൊണ്ടൊന്നും പറ്റാടോ. ഈ തുണി കൊണ്ട് മുകളിയാൽ എന്തിനാണോ 2 നല്ല വീടൊക്കെ വെച്ചാൽ ഒരു നല്ല മതിയായിരുന്നു. അതാണ് ഈ താഴെ തന്നെ ഞാൻ ജോലി ചെയ്യാറുണ്ട്. 2 നല്ല വീടും വെച്ച് മുകളിലൊരു സൗകര്യം, താഴെ സൗകര്യം. മുകളിൽ പോവും, എന്നിട്ട് താഴെ വരും. താഴെയുള്ള കാര്യങ്ങൾ വെച്ച് മുകളിൽ വരും. താഴെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മുകളിൽ താഴെ പോവും. എന്തൊരു കഷ്ടം നോക്കിയേ. എന്നെ കൊണ്ട് വയ്യ. ഒന്നാമത് എൻ്റെ കാലാണെങ്കിൽ വയ്യാതിരിക്കുകയാണ്. ഇനി കൂടെ താഴെ പോയി മുകളിൽ വന്ന്, താഴെ പോയി മുകളിൽ വന്ന് താഴെ വന്ന് മടുത്തു എന്ന് വെച്ചാൽ മടുത്തു. ഈ തുണിയൊക്കെ ഒന്ന് അലക്കിയിടട്ടാം. ആണെങ്കിൽ പൊട്ടായി. ഗാന്ധിജീൻ്റെ ആരുടെ കാലത്തുണ്ടായിരുന്ന കയറുപോലെ എത്തി കിടക്കുന്നത്. എന്താ അത് പൊട്ടി പോവാതായി. ഒരു പുതിയ അയ മേടിക്കാന്ന് പറഞ്ഞാലോ കേൾക്കത്തുമില്ല. ഇത് പൊട്ടാതൊന്നും ആയില്ല. നല്ല കഴിക്കുകയാണ്. പുതിയതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നൊരു കഷ്ടപതി. എൻ്റെ ബുദ്ധിമുട്ട് എനിക്കല്ലേ അറിയില്ല. ആ മനുഷ്യന് എന്താ അറിയാം എൻ്റെ ബുദ്ധിമുട്ട്. ചെയ്യുന്നവർക്കല്ലയോ അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട്. പലതും ചായയും കുടിച്ച് കടലിൽ മലന്നിരിക്കുന്നവർക്ക് എന്തറിയാം അതിനെക്കുറിച്ച്. മീൻ കാര്യം വന്നോ? എടാ മോനെ, ചക്കനെ, അതെ എന്താ മീനാ ഉള്ളേ? അയലയുണ്ട് ചേച്ചി. അയലയാ? അയല അങ്ങ് 1 കിലോ എടുത്തേക്ക് കേട്ടോ. പൈസ ഞാൻ നാളെ തന്നേക്കാം കേട്ടോ. ചേച്ചി കുറേയായി കേട്ടോ. നാളെ പൈസ തന്നേക്കണം ചേച്ചി. എല്ലാം കൂടിയിട്ട് 121 രൂപയാണ് കേട്ടോ. ആ ചെക്കനെ തരാൻ. ആ ചെക്കനോട് നാളെ കൊടുക്കണം. ആ മനുഷ്യൻ കാശും തരത്തില്ലല്ലോ ദൈവമേ. പിന്നെ എന്തോ ചെയ്യും? ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. കറി മേടിച്ച് കഴിക്കണ്ടേ? ഇന്ന് പച്ചക്കറി കടയിൽ പോയാലോ? വേണ്ട, മീൻ കറി വെക്കാം. ബാക്കി നാളത്തേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചേക്കാം ബാക്കി. സോഫയിലൊക്കെ എന്തോ പൊടിക്കാ. എന്തോ ഇത് സോഫ സെറ്റി ഒന്ന് നേരെയാക്കിയിടുക വെച്ചാൽ എടുത്തൂല്ല ഈ പെണ്ണ്. സ്കൂളിൽ പോയിട്ടുണ്ട്. ഇനി വൈകിട്ട് വരുമ്പോൾ എന്താണോ മെത്തയൊക്കെ ഒന്ന് നേരെ ഇട്ടേക്കാം. സുമംഗലേ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് വത്സലയുടെ എന്തോ ഹാപ്പി ബർത്ത്ഡേ, കുഞ്ഞുമോളിന് എന്തോ ഹാപ്പി ബർത്ത്ഡേ എന്തോ അല്ലേ? നീ പോകുന്നുണ്ടോ? നീ ക്ഷണിച്ചോ? ക്ഷണിച്ചാ? ഞാനൊക്കെ പോകുന്നുണ്ടടി. നിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞാ? ഇല്ല, എൻ്റെ ജോലി ഇനിയുണ്ട്. ഞാൻ ജോലി ചെയ്യട്ടെ, എന്നിട്ട് കാണാം കേട്ടോ. ജോലി മനുഷ്യന് ഇവിടെ 100 കൂട്ടി നടക്കാൻ പറയാ. ഓരോരുത്തരാണ് കലകല സംസാരിക്കുന്നത്. എന്തോ ജോലി ഇവിടെ. 2 നല്ല വീടും ഉണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്യണം. റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ ആ ഒരു ദിവസം പാർട്ടി, ഒന്നെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ, അല്ലെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി, കല്യാണം പാർട്ടി, എന്തൊക്കെയാണ്. അല്ലെങ്കിൽ സദ്യ പാർട്ടി, കുന്തം പാർട്ടി. മടുത്തു ഞാൻ. ചോലും കൊണ്ട് ഇനി പോയിട്ട് മുകളിലും തൂക്കണം. മുകളിലും തൂത്ത് താഴെയും തൂത്ത് മുകളിലും തൂത്ത് താഴെയും തൂത്ത് ഞാൻ മടുത്തു വെച്ചാൽ മടുത്തു. എൻ്റെ ദൈവങ്ങളെ എന്തോ ഒരു കഷ്ടമാണ് ഇത്. മനുഷ്യന് മടുക്കത്തില്ലയോ? ഇതൊരു കഷ്ടമാണ്. തുണിയൊക്കെ ഉണങ്ങിയോ? സമയമായല്ലോ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനായിട്ട്. ഉടുപ്പൊക്കെ ഉണങ്ങിയല്ലോ. നല്ലപോലെ ഉണങ്ങി. ഇന്നെന്തായാലും രാവിലെ നല്ല വെയിലുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഇത്തിരി ആശ്വാസമായി. നല്ല വെയിലായിരുന്നു ഇന്ന്. ഇതെല്ലാം കൊണ്ട് ഡപ്പിക്കകത്തിട്ടാണ് തുണി കൊത്തയ്ക്ക് ഇടാം. വേണ്ട ഡ്രസ്സും എടുക്കാം.
ഏത് ദിവസമാണ് ഇപ്പോൾ ഇടുക? ഈ പാവടയൊന്നും വേണ്ട. ഓ എന്തുവാ അത്? ആ ഇതങ്ങ് എടുത്തേക്കാം. അല്ലേ വേണ്ട. വേറെല്ലാം പാവടയാണ്, കൊച്ചുങ്ങളുടെ ആണല്ലോ. ഇത് തന്നെ എടുത്തേക്കാം. ആ ഇതെൻ്റെ അല്ലേ? വേറെ ഡ്രസ്സൊന്നും എനിക്കില്ലല്ലോ, ഇതന്നെ ഇട്ടേക്കാം. ഇപ്പം നല്ല ഭംഗിയൊക്കെ ഉണ്ട്. മുടിയും കൂടി കെട്ടേ ഓക്കെ ആയി. ഞാൻ മുകളിലൊക്കെ എല്ലാം ഓക്കെ ആണെന്ന് നോക്കട്ടെ. ഞാൻ എല്ലാം വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നു. താഴേക്ക് അങ്ങ് പോയേക്കാം. എവിടെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നത്. ഓട്ടോറിക്ഷ വല്ലതും കിട്ടുമോ എന്തോ. എടാ ചക്ക ഇന്നടാ, എടാ ഗോപാല നിന്ന്. സുമംഗലിൻ്റെ വീടാ കേട്ടോ. എവിടെയാ അവിടെ? ഇതിക്ക് പൈസലേ, നീ എന്താടി ഇവിടെ? നിൻ്റെ അല്ലേ എന്തോ കൊച്ചുമോളുടെ എന്തോ ഇത്. സുമംഗലി എവിടെയാടി? സുമംഗലി എവിടെയുണ്ടോ? ഉണ്ട് ചേച്ചി, ഉണ്ട്. ഫുള്ളാണാണല്ലോ. എന്ത് പറ്റി? ഞാനാ ഓണ്. പിന്നെ രാവിലെ തൊട്ട് തുടങ്ങിയ ജോലിയില്ലേ വേണേ. ഞാൻ ഓഫാണ്, ഫുൾ ഓഫാണ്. ഓ അതെ, എന്തെങ്കിലും ജ്യൂസ് കുടിക്കുന്നേ? വേണ്ടെന്നേ, ജ്യൂസൊന്നും വേണ്ട. കുടിക്കുന്നേ, കുടിക്കാമോ? ഇതൊന്നും ആവശ്യമില്ല. മാംഗോ ജ്യൂസാണോ? അതെ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.